അപ്പോൾ ഇതിൻ്റെ പിന്നിൽ അവിടുത്തെ ഏറ്റവും പ്രബലമായിട്ടുള്ള ഒരു കുടുംബമുണ്ടെന്നും ആ കുടുംബത്തിൻ്റെ അകത്തു നിന്നുള്ള ആളുകൾക്കെല്ലാം തന്നെ ഇതിൽ പങ്കുണ്ടെന്നും അവരുടെ നേതൃത്വത്തിലുള്ള ഒരു വലിയ മാഫിയായി ഇത് വളരുന്നു എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഈ പ്രമുഖർ എന്നൊക്കെ പറയുന്നതൊന്നും നമ്മുടെ ചാനലിൻ്റെ രീതിയല്ല, എൻ്റെയും രീതിയല്ല. പക്ഷേ ഇത് പറയാൻ നിർബന്ധിതമാവുന്നത് ഇന്നലെ ഷിബിലിയോട് പറഞ്ഞ പോലെ 2 ഓർഡറുകൾ അവിടെ നിലവിലുള്ളതുകൊണ്ടാണ്. ആ ഓർഡറുകളിൽ ഒന്ന് ഈ ഏതാണ്ട് 2200ഓളം വരുന്ന വീഡിയോകൾ ഡിലീറ്റ് ചെയ്യാനായിട്ട് ജസ്റ്റിസ് നാഗപ്രസന്നയാണെന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള കോടതി വിധിക്കുകയും പിന്നീട് അവിടുത്തെ ഒരു ബാംഗ്ലൂർ സിറ്റി സിവിൽ ജഡ്ജായിട്ടുള്ള എസ് നടരാജ് അദ്ദേഹം യഥാർത്ഥത്തിൽ അവിടെ ഈ പറയുന്ന പോലെ ജോണ്ടോ ഓർഡർ പോലും കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഈ ധർമ്മസ്ഥലയിലെ ക്ഷേത്രത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ അവിടെയുള്ള ഏറ്റവും പ്രബലരായിട്ടുള്ള ആളുകളെ കുറിച്ചോ ഒന്നും തന്നെ നമുക്ക് വീഡിയോ ചെയ്യാനോ അവരുടെ പേര് പരാമർശിക്കാനോ ഒന്നും കഴിയില്ല. പക്ഷേ പ്രേക്ഷകരായിട്ടുള്ള ആളുകൾ കൃത്യമായി ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സൂചനകളിൽ നിന്ന് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് പറയാൻ കഴിയുന്നത്രയും മാത്രം നമ്മൾ പറഞ്ഞ് വെച്ചത്.